ശബരിമല തന്ത്രി അറസ്റ്റിലായതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു 13 ദിവസം മുമ്പ് ദൈവതുല്യൻ എന്ന് പറയുന്നത് ശബരിമല തന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ടൈറ്റിലിൽ പോലും അത് ഉൾപ്പെടുത്തിയിരുന്നു. മറ്റ് നിരവധി വീഡിയോകളിൽ മാസങ്ങൾക്ക് മുമ്പുള്ളതിലും തന്ത്രി അറിയാതെ അവർ ഒരു കാര്യവും നടക്കില്ല, തന്ത്രി കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ SIT കൊടുത്തേക്കണ അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ ഉള്ളത് അതുതന്നെയാണ്. കാരണം തന്ത്രിയുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇതൊക്കെ നടന്നതെന്നും കൂടാതെ നിരവധി സെക്ഷനുകളിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പല ഗൂഢാലോചനകൾ കൂടി നടന്നു എന്നുള്ളതുമൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ വലിയ തോതിൽ എനിക്ക് ജിജ്ഞാസ ഉണ്ടായിരുന്നൊരു കാര്യം, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഇവരുടെ മരുമകൻ, അല്ലെങ്കിൽ അയാളുടെ രാഹുൽ ഈശ്വറിൻ്റെ അമ്മാവനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഈശ്വർ വന്ന് ചർച്ചകളിൽ എന്ത് പറയും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ വിനു വി ജോണായിട്ടുള്ള ചർച്ചകളിൽ തേഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാം. കാരണം അദ്ദേഹം വന്നിരിക്കുമ്പോൾ അദ്ദേഹം വാസു സാർ, പത്മകുമാർ സാർ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉടനെ തന്നെ വിനു ചോദിക്കുന്നുണ്ട്, എന്തായാലും മറ്റേ കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയൊക്കെ ജീവിച്ചിരിക്കാത്തത്, അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണി സാർ, ഇത്തിക്കര പക്കി സാർ എന്നൊക്കെ വിളിക്കുന്നത് വേണമെങ്കിൽ കേൾക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നതും വലിയ വൈറലായിരുന്നു. അതുകൂടാതെ വലിയ രീതിയിൽ ഇന്നലെ ആകെ ഒരു ചർച്ചയിൽ വന്ന് നാണം കെടുന്നൊരവസ്ഥയാണ് ഇന്നലെ വിനു വി ജോണിൻ്റെ ചർച്ചയിലുണ്ടായത്. കൂടാതെ അഭിലാഷ് മോഹനായിട്ടുള്ള മാതൃഭൂമിയിലെ ചർച്ചയിലും ഇതുപോലെ തന്നെ ഉത്തരവില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ബൊബ്ബ അടിച്ചു. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വരാം. കൂടാതെ ഈ താഴ്മൺ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിന് എന്തിനാണ് ശബരിമലയിൽ ഇത്ര വലിയ അധികാരം കൊടുത്തേക്കണം, ഒരു തന്ത്രിയായി വെച്ചേക്കണത്? അതും അവരുടെ കുടുംബത്തിലെ ആണുങ്ങളുടെ മക്കൾക്ക് മാത്രമേ തന്ത്രിയാകാൻ പറ്റൂ. ഒന്ന് ആലോചിച്ച് പോകും. അത് ആദ്യം കുടുംബത്തിന് തന്നെ അങ്ങനെ ഒരു അവകാശം കൊടുത്തേക്കണത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തേത്, ആ കുടുംബത്തിലെ തന്ത്രിമാരൊക്കെ ആണുങ്ങളുടെ മക്കൾക്ക് മാത്രമേ ആകാൻ പറ്റൂ. ആണുങ്ങളുടെ മക്കളായിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം വെച്ചതിനോട് എനിക്കൊരു യോജിപ്പില്ല. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായത് രാഹുൽ ഈശ്വർ ആയില്ല കേട്ടോ. അതൊരു ഗുണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കണ്ഠരര് രാജീവരുടെ സഹോദരിയുടെ പുത്രനാണ് രാഹുൽ ഈശ്വർ. അങ്ങനെ ഒരു ഗുണമുണ്ടായി. കാരണം അത് തെറ്റാണ്, പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്തു, ഇതുണ്ടായി. ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഇത്തരത്തിൽ കുടുംബാധിപത്യമൊക്കെ ശബരിമലയിൽ നിലനിർത്തേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി നമുക്ക് ആദ്യം രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുശേഷം രാഹുൽ ഈശ്വറിൻ്റെ ചർച്ചകളും ഞാൻ നിങ്ങളോടൊന്ന് കേൾപ്പിക്കാം. അതിൽ ചില ചോദ്യങ്ങൾ എനിക്ക് രാഹുൽ ഈശ്വറിനോട് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് രാഹുൽ ഈശ്വറിന് മറുപടി ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇതാണ്, ഫേസ്ബുക്ക് പോസ്റ്റ്: ശബരിമല തന്ത്രിയെ കുടുക്കിയതോ? എന്താ തന്ത്രി ചെയ്ത കുറ്റം? പുള്ളിക്ക് ഇതേവരെ തന്ത്രി ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. തെറ്റാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീ 5000 രൂപ മേടിച്ചിട്ട് ഇതൊക്കെ കയറിക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ സ്ത്രീ പ്രവേശനമൊക്കെ വെറുതെ പറയും, നിഷിദ്ധമാണെന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് പുള്ളി പറഞ്ഞിരുന്നു. അത് പുള്ളി സത്യം പറഞ്ഞാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ ഒരു വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ പുള്ളി രവിശങ്കറിൻ്റെയൊക്കെ നമ്മുടെ ഈ പറയുന്ന പോലെ RCയുടെയൊക്കെ അനുയായിയാണ്. അപ്പോൾ അത്തരത്തിൽ RCയുടെയൊക്കെ അനുയായിയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം അടുത്ത കൊല്ലം മിക്കവാറും എസൻസ് ഗ്ലോബലിലൊക്കെ തന്നെ പങ്കെടുക്കുമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവർക്ക് വിശ്വാസമുണ്ട് എന്ന് ഈ രവിചന്ദ്രൻ കുറച്ചുകൂടി മാന്യനായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വിശ്വാസമില്ലെന്ന് പുറത്ത് പറയുന്നു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, മറ്റേ വിശ്വാസമുണ്ട് എന്ന ആളുകളെ കബളിപ്പിച്ച് പണം അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഇദ്ദേഹം 2004 മുതൽ ബാംഗ്ലൂരിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്നിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇവർക്ക് പെർ ഡേ 1000-2000 രൂപ താഴെ മാത്രമേ പെർ ഡേ അവിടെ നിന്ന് വരുമാനമുള്ളൂ, ശരിക്കും ശമ്പളമായിട്ടുള്ളൂ. പക്ഷേ ശമ്പളമല്ലാതെ ശരിക്കും പറഞ്ഞാൽ അവിടെ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ വലിയ ഈ പറയുന്ന ദക്ഷിണ കിട്ടുമായിരുന്നു. ആ ദക്ഷിണയൊക്കെ സ്വന്തമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും കൂടി ചേർന്ന് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ദർശനത്തിന് വേണ്ടി ഒരുക്കുകയും അങ്ങനെ തന്ത്രിയുടെ തന്നെ ഒരു VIP പരിഗണനയോടുകൂടി ഇവർക്കൊക്കെ വരാൻ കഴിയുകയും അവരിൽ നിന്നൊക്കെ വലിയ സാമ്പത്തികം അടിച്ചു മാറ്റുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അത് പിന്നെ അവർ ദക്ഷിണയായിട്ട് അവർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അടിച്ചു മാറ്റി എന്ന് പറയുന്നതിനകത്തില്ല, അവർ കൊടുക്കുന്നതാണ്, അത് മേടിച്ചു. പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു ദല്ലാൽ പണിയായിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ഈ കുടുംബത്തിന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്വത്തുള്ളതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, ഒരു കുറ്റവും പഴിയും കേൾപ്പിച്ചിട്ടില്ല. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നുപോലും ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവർ, അതൊക്കെ ഇവർ വെറുതെ വിശേഷണം ചേർത്ത് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഭക്തരെ പറ്റിക്ക്. ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവർ അവർകളെക്കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശമില്ല. തെറ്റാണ്. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. വിശ്വാസം, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അധികാരം, ഉത്തരവാദിത്വം. ഈ വാചകത്തിലേക്ക് ഞാൻ വരാം കേട്ടോ. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഇത് വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടി വായിച്ചിട്ട് വരാം. 15-ലധികം രാജ്യങ്ങളിൽ 1000-കണക്കിന് അമ്പലങ്ങളിൽ പ്രതിഷ്ഠാ പൂജകൾ നടത്തിയ സാക്ഷാൽ ഭഗവാൻ പരശുരാമൻ
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നാണ് താഴമൺ. പ്രത്യേകം ശ്രദ്ധിക്കണോട്ടെ, 2 കുടുംബങ്ങളല്ല, 2 ബ്രാഹ്മണ കുടുംബങ്ങളാണ് ശബരിമല അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ താഴ്മൺ കുടുംബത്തിന് ഇങ്ങനൊരു കാര്യമൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവർ ആർത്തിമൂത്ത് വലിയ തോതിൽ പ്രശ്നക്കാരായി മാറിയവരാണ് എന്നുള്ളത് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തന്ത്രിയെ കരിവാരത്തേക്ക് അദ്ദേഹം ബന്ധുവായതുകൊണ്ടല്ല, പകരം എല്ലാവർക്കും നീതി വേണം എന്നതുകൊണ്ടാണ് ഈ നിലപാട്. പിന്നെ അടുത്തതാണ് ഒരു കടന്ന കൈ. ശ്രീ നമ്പി നാരായണനടക്കം എത്രയോ പേരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്. അതുപോലെയാണ് ഇതെന്നാണ് പറയുന്നത്. എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ രാഹുൽ ഈശ്വർ, താങ്കൾ മറുപടി പറയണം. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ വീഴ്ചയ്ക്ക് മന്ത്രിയെ ബലിയാടാക്കി കുടുക്കിയാൽ മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താനാകുമെന്ന് വിചാരിച്ചു എന്നതാണോ എന്ന് അറിയില്ല. കോടതിയും സ്വാമി അയ്യപ്പനും തീരുമാനിക്കട്ടെ. ബ്രാഹ്മണ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, വിശ്വാസ സംഘടനകൾ എന്നിവരുമായി സംസാരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ. അയ്യപ്പ ധർമ്മസേന എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. സ്വാമി ശരണം എന്ന് പുള്ളി ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള കാര്യമാണല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. അത് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഇവർ കോടതിയിൽ എടുക്കാൻ പോകുന്ന ഒരു ന്യായീകരണമാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടാണ് കട്ടിളപ്പാളികളൊക്കെ കൊണ്ടുപോയത്. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു യാതൊരു വിധത്തിലുള്ള മറ്റേ അനുമതിയും അതിനാവശ്യമില്ല എന്നുള്ളതാണ്. തെറ്റാണ് രാഹുൽ ഈശ്വരെ. ഇനി അത് നിയമപരമായി ചിലപ്പോൾ രക്ഷപ്പെടാനായിട്ട് അതൊക്കെ സഹായിച്ചേക്കും. പക്ഷേ താങ്കൾ എപ്പോഴും പറയുന്ന ഗാന്ധിജിയുടെ മാർഗം സത്യം എന്നൊക്കെ പറയുന്നതുകൊണ്ട് എൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒന്ന് ഉത്തരം പറ. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പറയുന്ന പോലെ ദേവൻ്റെ അനുജ്ഞ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുക്കുന്നതാണല്ലോ. അതായത് ദേവൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുന്ന കാര്യമുണ്ട്. ഇനി അതും പോട്ടെ, ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹവും ഈ പറയുന്ന മറ്റ് ചില ആളുകളും കൂടി ഇത് അടിച്ചു മാറ്റി തന്ത്രിക്ക് ഒരു പങ്കുമില്ലായിരുന്നു വാദത്തിന് വേണ്ടി സമ്മതിക്കും. അപ്പോഴും അവിടെയുള്ള തന്ത്രിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലേ? തന്ത്രിയാണല്ലോ അവിടെ ചെമ്പ് തെളിഞ്ഞു, മറ്റേ ഇത് തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കുണ്ടായിട്ടുള്ള. അപ്പോൾ ഇതൊന്നും മനസ്സിലാകാത്ത പാവം പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരാളാണ് താങ്കളുടെ ഈ പറയുന്ന പോലെ വലിയ സ്റ്റേച്ചറുള്ള, താങ്കൾ പറയുന്ന വലിയ മിടുക്കാനും ബുദ്ധിമാനുമായിട്ടുള്ള തന്ത്രി. അതായത് അദ്ദേഹത്തിന് ഈ കളവൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാമാന്യ ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? എൻ്റെ രാഹുൽ ഈശ്വരെ, നിയമപരമായി നിങ്ങളത് കണ്ടിട്ട് തടഞ്ഞില്ല, എന്തുകൊണ്ട് തടഞ്ഞില്ല, അത് നിൽക്കുമോ? കാരണം മൗനാനുവാദം എന്ന് പറയുന്നത് കേസിൽ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വിടാം. ഇത് കൂടാതെ ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതൊക്കെ കൂടി പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതെന്തായാലും അന്വേഷണം നടക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ദൈവത്തിൽ വലിയ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കുക. ആ വിശ്വാസമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മുതൽ ആരെങ്കിലും കട്ടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഒരു 50 പേര് കൂടി കട്ടെടുക്കുകയാണെങ്കിൽ പോലും, അവർ വലിയ റോബറി നടത്താൻ വരികയാണെങ്കിൽ പോലും ഞാൻ അവരെ എതിർക്കും. കാരണം എന്താണ്? കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, ആ ദൈവത്തിന് വലിയ ശക്തിയുണ്ട്, അദ്ദേഹം എന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന വിശ്വാസം ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയമോ മറ്റുള്ള ഒരു കാര്യമോ കൂടാതെ ഇത് എതിർക്കട്ടെ. വേണ്ട, ഒരു വാക്കെങ്കിലും പറയണ്ടേ ഇതിങ്ങനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സംശയമുണ്ടെന്ന്. അതോ ഇതൊന്നും ഈ പറഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ധാരണയും ഉണ്ടായില്ല, മനസ്സിലായില്ലേ? അത് അങ്ങനെ തന്നെ ഞങ്ങൾ കണ്ണും പൂട്ടി വിഴുങ്ങാൻ ഞങ്ങൾ എന്താണ് ഈ പറഞ്ഞ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരെ. ഇനി രാഹുൽ ഈശ്വർ തേഞ്ഞിട്ടുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം, അഭിലാഷ് ഭവൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റിൻ്റെ വീഡിയോ. ഇതിൽ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തുണ്ട് നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കുറച്ച് നേരം കേൾക്കണം. കുറച്ച് ലെങ്തിയാണ്, കാരണം രാഹുൽ ഈശ്വറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വറുത്ത് കോരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ വിനു മീജോ. ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. രാഹുൽ ഈശ്വർ തന്ത്രിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വല്ലാതെ ക്ഷോഭിക്കുമായിരുന്നു. വെറുതെ ഒരു ചിത്രം കാണിച്ച് ഒരു തന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ അറസ്റ്റിലായ കണ്ഠരർ രാജീവരുടെ മകൻ ബ്രഹ്മദത്തന്റെ വിവാഹത്തിൽ ഒരു കർമ്മിയെ പോലെ പോറ്റി നിൽക്കുന്നത് പറയുമ്പോൾ എല്ലാവർക്കും വിവാഹത്തിന് വരാം എന്ന് ന്യായീകരിക്കും. ബ്രഹ്മദത്തൻ്റെ, അതായത് കണ്ഠരർ രാജീവരൻ്റെ മകനാണ് ബ്രഹ്മദത്തൻ. ആ ബ്രഹ്മദത്തൻ്റെ വിവാഹത്തിന് വന്ന ഫോട്ടോ കാണിക്കുമ്പോൾ അതൊക്കെ വിവാഹത്തിനൊക്കെ എല്ലാവർക്കും വരാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പോൾ അതൊക്കെ ആർക്കും വരാമെന്ന് വളരെ ലളിതവൽക്കരിക്കുകയാണ് ഇവർ ചെയ്തത് നേരത്തെ. അതിനാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതേ തന്ത്രി, പോറ്റിയുടെ സ്വന്തം തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. ശ്രീ രാഹുൽ, are you a slow reader? And do you want to read these types of books in what? പരസ്യം വന്നതാണ്. ശ്രീ വിനു, ഏഷ്യാനെറ്റിന്റെ ഈ വാർത്ത കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം.
പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെ. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെ. പാളികൾ കൊണ്ടുപോയതിന് മൗനാനുവാദം നൽകി. അടുത്തത്, ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് വോട്ടിൽ. അപ്പോൾ ആചാര ലംഘനത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ SIT തീരുമാനിക്കുന്നത് വളരെ പുരോഗമനപരമായ ഒരു കാര്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. അതായത് ശബരിമലയിലെ ആചാരങ്ങളെ കുറിച്ചും അനുജ്ഞ വേണ്ട രീതിയിൽ മാധ്യമങ്ങൾ പറയുകയാണ്. മനസ്സിലായി ഇത് അയ്യപ്പൻ സമയം തരണ്ടേ? അതല്ല, നിങ്ങളെന്താണ് ആചാര ലംഘനമാണ് താല്പര്യം മിണ്ടായിരിക്കാം, പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ആചാര ലംഘനത്തിന്റെ പേരിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് കൂടി ഒന്ന് വായിക്കണം. IPC 403, 406, 409, 466, 467, 120B, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 13(1)A, 13(2), ഇതെല്ലാം ഉള്ളപ്പോഴാണ്. ശരി, അത് സെക്ഷൻസ് അല്ലേ? എന്താണ് മാറ്റർ, എന്താണ് ഇൻഗ്രീഡിയന്റ്, എന്താണ് കണ്ടന്റ്? അതായത് ആചാര ലംഘനം തന്ത്രി നടത്തി എന്ന് പറയുന്നതും ആചാര ലംഘനത്തിന്റെ സമയത്ത് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ശ്രമിച്ചപ്പോൾ തന്ത്രി തടയില്ലെന്ന് പറയുന്നതും ഒക്കെയാണ്. എത്ര ഫ്രിവലസ് കേസാണ്. കോട്ടെ, ഇനി എന്റെ നിലപാട് പറയാം. ഈ വാർത്ത ആദ്യം വന്നപ്പോൾ ഞങ്ങൾ അടക്കമുള്ളവർ വളരെ ഞെട്ടിപ്പോയി. കണ്ഠരര് രാജീവനോട് പരസ്യമായി പല കാര്യങ്ങളും വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശബരിമല യുവതി പ്രവേശന കാലത്ത് ഞങ്ങൾ പരസ്യമായി തമ്മിൽ തർക്കിച്ചിട്ട് വരെയുണ്ട് എന്ത് രീതിയിലാണ് പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷേ കണ്ഠരര് രാജീവനെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി കേസിന്റെ ഫോക്കസ് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാ അമ്പലങ്ങളിലും രണ്ട് രീതിയിലാണ് അതിന്റെ അധികാര ഘടന. ഒന്ന് ആചാരപരം അല്ലെങ്കിൽ റിച്വലിസ്റ്റിക്, രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരം. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് റൈറ്റ് ഉള്ളത്. അതിന്റെ പരമാധികാരി തന്ത്രിയാണ്, SIT അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിനുള്ളത്. യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് വീഴ്ച വരുത്തിയത് കൊണ്ട് ആചാര കാര്യങ്ങളിൽ നിൽക്കുന്ന തന്ത്രിയെ ബലിയാടാക്കുന്നതിന് എന്തെങ്കിലും നീതിയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇതുവരെയുള്ള ലഭ്യമായ വിവരങ്ങളുള്ള 9 ഇടക്കാല വിധികളിൽ ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ നെഗറ്റീവായ പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടില്ല. ഇനിയും ഏഷ്യാനെറ്റ് ന്യൂസ് വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട്, ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിനോട്, ജസ്റ്റിസ് ജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്ര ഫ്രിവലസ് ഗ്രൗണ്ട്സിൽ, വീക്ക് ഗ്രൗണ്ട്സിൽ ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും ആദരിക്കുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എന്റെ പ്രതീക്ഷ ഹൈക്കോടതി അടക്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേവന്റെ അനുജ്ഞ മേടിക്കുന്നതിന് ആചാരങ്ങൾ അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് തരം ഗൂഢാലോചനയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിൽ ജൂലൈ 19, ജൂലൈ 20 എടുത്തോണ്ട് പോയ കാര്യങ്ങളിൽ തെറ്റ് ചെയ്താൽ തന്ത്രി എങ്ങനെ ഉത്തരവാദി? സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് തന്ത്രിക്ക് തീരുമാനിക്കാം ഏത് പൂവ് മേടിക്കണമെന്ന്. പക്ഷെ ആ പൂവ് എവിടെ നിന്ന് പൂജയ്ക്ക് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് പൂജ ആചാരപരമാണ്, അത് ഉത്തരവാദിത്തമാണ്. അത് ഞാനൊന്ന് ഓടിച്ചു വിട്ടത് ഒരു ഉദാഹരണമൊക്കെ പറയേണ്ട പുള്ളി. അതായത് ഏത് പൂവ് മേടിക്കണമെന്ന്, പൂവ് ഏത് മേടിക്കണമെന്ന് തന്ത്രിക്ക് മേടിക്കാം, പക്ഷേ ഏത് കടയിൽ നിന്ന് മേടിക്കണമെന്ന് അതൊന്നും കേട്ട് സമയം കളയേണ്ട കാര്യമില്ല. ബാക്കിയുള്ള നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഉത്തരവാദിത്തമാണോ? അല്ലല്ല, അത് പറയുന്നത് പറയുന്നു. എങ്ങനെ SITക്ക് മനസ്സിലായി? രേഖകളിൽ നിന്ന് മനസ്സിലായി. താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലാവുന്ന രേഖകളിൽ നിന്നാണ്. കാര്യം തന്ത്രിക്ക് അത് പറയാൻ കഴിയൂ? ഇല്ല, കാര്യം തന്ത്രിക്ക് അല്ല കാര്യം പറയാം. കാര്യം തന്ത്രിക്ക് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാത്രമല്ല, ഗുരുവായൂരും ആറ്റുകാലത്തും ചക്കുളത്തുകാവിലും എല്ലാത്തിനും തന്ത്രിയാണ് ഇതിന്റെ റൈറ്റ് സാർ. തന്ത്രിയല്ലേ പരമാധികാരി. തന്ത്രി ഇതുവരെ അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ സ്വന്തം കുടുംബത്തിലെ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചു. ഇതാണ് അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടിയാണ്. അതിന് ഫോക്കസ് തെറ്റിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ തന്ത്രിയെ ബലി കൊടുക്കുകയാണ്. തന്ത്രിയുടെ മേലിൽ കേസ് കെട്ടിവെച്ച് യഥാർത്ഥ ആൾക്കാരിലേക്ക് കേസ് വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. അതായത് പണ്ട് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതുപോലെ ഉദാഹരണമാണ്. നമ്പിനാരായണൻ സാറിനെ തന്ത്രിയുമായിട്ട് കൂട്ടിച്ചേർത്ത് അപമാനിക്കരുത്. അതെന്താ പറ്റാത്തത്? ഇനി താങ്കൾ ഇപ്പോഴും ശ്രീ വിനു ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്പിനാരായണനെ കൊണ്ട് എതിരെ കേസ് കൊടുക്കും. കാരണം മറ്റത് 1 കോടി മാനനഷ്ടമായിരുന്നു. ഇതിപ്പോൾ പുള്ളി 5 കോടിക്ക് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്ത്രിയായിട്ട് കൂട്ടിച്ചേർത്താ പറയണേ. അതുകൊണ്ട് തന്ത്രി എന്ത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? താങ്കൾ പറയും.
ക്രിമിനൽ കുറ്റമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ക്രിമിനൽ കുറ്റമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, അതല്ലേ വകുപ്പുകളല്ല. എന്ത് ചെയ്തു ഒരു വരി പറഞ്ഞു. എന്ത് ചെയ്തു ഒരു വരിയിലല്ല, ഒരുപാട് വരിയിൽ പറയാം. ഒരുപാട് വരിയിൽ പറയാം. എന്ത് ചെയ്തു ഒരുപാട് വരിയിൽ പറയാം. ഒരു വരി പറഞ്ഞാൽ മതി. അല്ല, ഒരു വരിയിലല്ല, ഒരുപാട് വരിയിൽ പറയണം. ഒരു വരിയിൽ പറയണോ? ഇല്ല, ഒരുപാട്. ഇയാൾക്ക് ചെയ്യേണ്ട പണിയൊന്നും അയാൾ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ശരി, എന്നാ ഇനി എനിക്ക് സമയം തരണ്ട. ആ സമയം അങ്ങ് എടുത്തോളൂ. ഇനി എനിക്ക് സമയം തരണ്ട. അങ്ങൊരു 30 സെക്കൻഡ് എടുത്ത് 30 സെക്കൻഡ് നിങ്ങൾക്ക് മനസ്സിലായി. 30 സെക്കൻഡ് പുള്ളിയുടെ വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് 30 സെക്കൻഡ് എന്ന് പറയുന്നത്. പുള്ളിക്ക് 1 മിനിറ്റ് വേണ്ട. കോടതിയിലെ പുള്ളി ഇതുപോലെ ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ കോടതിയോട് പറയുന്നത് 30 സെക്കൻഡ് എനിക്ക് തരൂ എന്ന് പറയുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു 30 സെക്കൻഡ് അല്ല, താങ്കൾക്ക് ആവശ്യത്തിന് സമയമെടുത്തോ, 10-14 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പിന്നെ ലാസ്റ്റ് ഈ പറയുന്ന പോലെ ഞാൻ മണ്ടറാണ്, വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ്, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത്. അതുകൊണ്ട് 30 സെക്കൻഡ് ഒരു പുള്ളിയുടെ വീക്ക്നെസ്സാണ്. എനിക്ക് 30 സെക്കൻഡ് പറയാൻ അറിയില്ല. ഞാനിത് മുഴുവൻ വായിക്കാം. ഈ അറസ്റ്റിന്റെ ഗ്രൗണ്ട്സ് മുഴുവൻ വായിക്കാം. അത് 30 സെക്കൻഡ് പറയേണ്ടതല്ല. ദയവായി അതിന്റെ സംക്ഷിപ്തം പറഞ്ഞാൽ മതി. തന്ത്രി എന്ത് ചെയ്തു എന്ന് പറയൂ. എന്തുകൊണ്ടാ ശ്രീ വിനു പോലും വിൽക്കുന്നതെന്ന് അറിയാമോ? ശ്രീ വിനു പോലും വിൽക്കുന്നത് അങ്ങനെ പറയാനൊന്നുമില്ല. എനിക്ക് വിൽക്കേണ്ട ഒരു കാര്യവുമില്ല. വിനുവിന് പോലും അറിയാം അങ്ങനെ പറയാനൊന്നുമില്ലാന്ന്. അല്ല, ഞാൻ ഈ ചർച്ചയുടെ ബാക്കി കാര്യങ്ങളെ പറഞ്ഞു. വിനു എങ്ങനെയാണ് ഈ 30 വരിയിൽ പറയുന്നത്? ശ്രീ വിനു ഒരു വരിയിൽ പറയൂ. തന്ത്രി ചെയ്ത കുറ്റം എന്താണ്? തന്ത്രി ചെയ്ത കുറ്റം, അവിടെ അയ്യപ്പന്റെ സ്വർണം പതിച്ച പാളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അറിയാവുന്ന ആൾ അത് ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അതിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ അതിന് കൂട്ടുനിന്നു. അത് ഇളക്കിക്കൊണ്ടു പോകുന്ന തന്ത്രിക്കറിയാം. തിരിച്ച് ക്ഷേത്രം തുറക്കുമ്പോൾ അത് തിരിച്ചെത്തിയില്ലെന്നറിയാം. അല്ല, തന്ത്രി കൂടി അറിയേണ്ടതാണ്. അല്ല, തന്ത്രി അറിയേണ്ടതാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പണി. അല്ല സാർ, അത് ദേവസ്വം ബോർഡിന്റെ പണിയാണ്. അത് തന്ത്രി കോടതിയിൽ വായിച്ചോട്ടെ. നേരെ തിരിച്ച് ആ സ്വർണം തിരിച്ചു വരുമ്പോൾ അതിൽ ശുദ്ധി വേണം, പൂജ വേണം എന്നുള്ളതാണ് തന്ത്രിയുടെ പണി. താങ്കൾ പറഞ്ഞു തന്നെയാണ് സത്യം. 100% യോജിക്കുന്നു. എനിക്ക് തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല. ഇറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2 ഒന്നും മിണ്ടാതിരിക്കും. ഈ രാഹുലിന്റെ ശബ്ദം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഞാനിത് വായിക്കാം ദയവായി. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2/14 പൊസിഷൻ ഓഫ് തന്ത്രീസ് അനുശാസിക്കും പ്രകാരം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ശബരിമല തന്ത്രി പദവി 2018-19 കാലഘട്ടത്തിൽ വീണ്ടും വഹിച്ചിരുന്ന 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠർ രാജീവര് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിഭാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരം ഇരിക്കെ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽക്കട്ടിലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡല പാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച പ്രൊസീഡിംഗ്സ് പ്രകാരം 18/5/2019 തീയതി ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നുള്ള അറിവും 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവര് ആചാര ലംഘനം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി 13ാം പ്രതി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുദ്രകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തിയിട്ടുള്ളതായി ഇടവമാസ പൂജയ്ക്കായി 14/5/2019 ശബരിമല നട തുറന്ന് അതിന്റെ തീയതികളൊക്കെ പറയുന്നു. കണ്ഠര് രാജീവര് ചുമതല വഹിച്ച് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും അഴിച്ചെടുത്ത് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ തീയതിയിലെ ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും രാജീവര് ചുമതല വഹിച്ചു. അതൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ കാരണമായി പറയുന്നു. സന്നിധാനത്ത് സന്നിഹിതനായിരുന്നുവെന്ന് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച തെളിവ് രേഖകൾ വിശകലനം ചെയ്തതിൽ നിന്നും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളിൽ നിന്നും വെളിവായിട്ടുള്ളതിൽ നിന്നും ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും അഴിച്ചെടുത്ത് തുടർന്ന് ശ്രീകോവിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ ശബരിമല ശ്രീകോവിൽ പ്രവേശിച്ച പതിവ് പൂജകൾ നടത്തിയ 13ാം പ്രതി കണ്ഠര് രാജീവര് ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അറിവുണ്ടായിരുന്ന കാര്യം തന്ത്രിയുടെ അനുമതിയോടെ അല്ല ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും പറ്റി ഇളക്കിക്കൊണ്ട് പോയതെങ്കിൽ 13ാം പ്രതി കണ്ഠര് രാജീവര് ആയതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ
രേഖാമൂലം അറിയിക്കുകയോ ആചാരലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി. പിന്നെ അദ്ദേഹം പ്രഭാമണ്ഡലപാളികളും ഈ സാധനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് രാജീവർ അറിഞ്ഞിട്ടും രാജീവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെളിവായിട്ടുള്ളതുമാണ്. തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റു വിളക്കിക്കൊണ്ടുപോയ വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയോ നടപടി സ്വീകരിക്കുകയോ കുറ്റകരമായ മൗനാനുവാദം നൽകിയതിലും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവൽ വോളിയം 2 ചാപ്റ്റർ അത് പറയുന്നുണ്ട്. അത് അനുശാസിക്കും പ്രകാരം ദേവസ്വത്തിന് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നും UB ഗ്രൂപ്പ് സ്വർണം വധിക്കുമ്പോൾ ആ പണികളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നും ഒക്കെ അറിയാവുന്ന ആൾ ഇതൊന്നും ചെയ്തില്ല. അതാണ് കുറ്റകരമായ മൗനവും ഗൂഢാലോചനയും. ഒരു വരി മാത്രം എടുത്തൊരു മറുപടി പറഞ്ഞോട്ടെ. ദേവസ്വം മാനുവൽ, ദേവസ്വം പ്രൊസീഡിങ്സ്, ദേവസ്വം കാര്യ മാനുവലിനെ നടപ്പാക്കാൻ ബാധ്യത ദേവസ്വം ബോർഡിനാണ്, തന്ത്രിക്കല്ല. ദേവസ്വം പ്രൊസീഡിങ്സും ദേവസ്വം മാനുവലും ഈ മാനുവലും ദേവസ്വം ബോർഡിൻ്റെ മാനുവലും പ്രൊസീഡിങ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഇദ്ദേഹം അനുജ്ഞ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ദേവൻ്റെ അനുവാദം, ദേവനുമായി ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പറയുന്ന തന്ത്രി ദേവൻ്റെ ഒരു അനുവാദം മേടിച്ചിട്ട് എഴുതി കൊടുക്കും. അത്തരത്തിൽ എഴുതി കൊടുക്കുന്നതിനാണ് അനുജ്ഞ എന്ന് പറയുന്നത്. ഇനിയുമുണ്ട്, അത് കേട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുത്തില്ല എന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ. വളരെ ലളിതമായി ഞാൻ ചോദിക്കുന്നു, താങ്കൾ ഗാന്ധി മാർഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കളവ് നടന്നിരുന്നു എന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംശയവും തന്ത്രിക്ക് ഇതേവരെ തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ വിശ്വസിച്ചതെല്ലാം ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിവാരാണ്, ഇവർ തെറ്റായിട്ട് ചരിച്ചാണ്, ഞാനിതൊന്നും അറിഞ്ഞില്ല, അത്രമാത്രം നിഷ്കളങ്കനാണോ? ഈ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇവരുടെ കുടുംബത്തിലെ ചിലരുടെ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇതിന് ശേഷം വായിക്കട്ടെ, അതും കൂടി നിങ്ങൾ കേൾക്കണം. അത് SITക്ക് പറയാൻ റൈറ്റ് ഇല്ല. കാര്യം തന്ത്രി ആചാര മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്, ദയവായി മനസ്സിലാക്കൂ. ആയിരക്കണക്കിന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രി ഇടപെടില്ല. തന്ത്രിക്ക് കൊടുക്കുന്ന പെർമിഷനാണ്. അത് അയ്യപ്പനാണ് കൊടുക്കേണ്ടത്. അയ്യപ്പൻ തന്ത്രിക്ക് അനുമതി കൊടുക്കുകയാണ് എന്നതിനെയാണ് ഈ അനുജ്ഞ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് സത്യത്തിൽ രാഹുൽ ഈശ്വറിന് അറിയില്ല. ഇനി നിങ്ങൾ കേൾക്കുമ്പോഴേക്കും മനസ്സിലാവും ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് കൊടുക്കുന്നത്. അടുത്ത ദിവസം അയ്യപ്പനെതിരെ ചർച്ച ചെയ്യൂ. അയ്യപ്പൻ എന്തുകൊണ്ട് അനുജ്ഞ കൊടുത്തു എന്ന് ചർച്ച ചെയ്യൂ. ഇനി അപ്പം യഥാർത്ഥത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് രാഹുലിന്റെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചാൽ ഞാൻ ആ ചോദ്യം ചോദിക്കാം, ബഹളം ഉണ്ടാക്കാതെ. രാഹുൽ ഈ അരിഞ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? അരിഞ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണ്? താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത മറുപടി പറയുമ്പോൾ, താങ്കൾക്ക് പറ്റാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ദേഷ്യമല്ല, ഞാൻ പറയാം അരിഞ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയും, അതിന്റെ പ്രൊസീജിയർ എന്ന് പറയും. അറിയില്ല. Can one Japanese knife replace your entire kitchen knife set? We tested it against India's best. അനുജ്ഞ കൊടുക്കുന്നത് തന്ത്രി ധ്യാനത്തിലിരിക്കും. അയ്യപ്പനോട് ധ്യാനത്തിൽ ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലാതെ അയ്യപ്പന് തന്ത്രി എഴുത്തെഴുതി കൊടുക്കില്ല. അയ്യപ്പൻ തിരിച്ച് എഴുതിയല്ല മറുപടി തരുന്നത്. രണ്ട്, SITക്ക് എങ്ങനെ മനസ്സിലായി അനുജ്ഞ കൊടുത്തില്ല എന്ന്? വീണ്ടും കേൾക്കൂ. അരിഞ്ഞ രേഖാമൂലം കൊടുക്കും. അരിഞ്ഞ രേഖാമൂലമാണ് കൊടുക്കുന്നത്. അതൊരു ഇതൊക്കെ തന്നെ ഈ നൂറ്റാണ്ടിലെ ആളുകൾ വിശ്വസിക്കുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയ്യപ്പനും തന്ത്രിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും, എന്നിട്ട് അയ്യപ്പൻ എന്ത് ചെയ്യും, അനുമതി കൊടുക്കും എന്നൊക്കെ പറയുന്നത്. അയ്യപ്പൻ എന്തെങ്കിലും തീർച്ചയായിട്ടും അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ അയ്യപ്പൻ ഇവരോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ളത് കൂടി കേൾക്കാം. അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് രാഹുൽ ഈശ്വറിനോട് അറിയാനും പാടില്ല. രേഖയാണ് അത്, ദേവസ്വം ബോർഡിന്റെ കയ്യിൽ എഴുതി കൊടുക്കേണ്ട രേഖയാണ്. തന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് അനുജ്ഞ. താങ്കൾക്ക് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഈ രേഖകൾ മുഴുവൻ അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിൽ പല തന്ത്രിമാർ അത് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിന് രേഖാമൂലം കൊടുക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. രേഖാമൂലം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ കൃത്യമായിട്ട് തേഞ്ഞൊട്ടി. ഇനി മറ്റൊരു കാര്യവും കൂടി, ഈ ചർച്ചയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ.
ഈ കണ്ഠരര് രാജീവര് തന്നെ വാജിവാഹനം കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ വാജിവാഹനം ഇപ്പോഴുള്ള തന്ത്രിമാർ കയ്യിൽ വെച്ചിട്ടുണ്ട്, അവരുടെ കുടുംബക്കാർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പൊങ്ങി വന്നപ്പോൾ വാജിവാഹനം എൻ്റെ തൽക്കാലം എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന് അങ്ങോട്ട് തന്നേക്കാന്ന് തോന്നി. വാജിവാഹനം അങ്ങനെ കൊണ്ടുപോകാൻ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ല, കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ ബ്രദർ ഉണ്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് കണ്ഠരര് മോഹനര് എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2006 ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ കേസ് ഞാൻ പറഞ്ഞിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നല്ല ലക്ഷങ്ങൾ തന്നെ അവിടെ നിന്ന് കോടികൾ ദക്ഷിണയായിട്ടൊക്കെ കിട്ടുന്നതുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്ന്, കൊണക്കാരുമായിട്ടുള്ള ആളുകൾ വന്ന് ദക്ഷിണയായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ കിട്ടിയതുകൊണ്ട് പുള്ളിക്ക് ഇടയ്ക്കൊന്ന് എന്ത് ചെയ്യണം, റിലാക്സ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ശോഭാ ജോണിൻ്റെ അടുത്ത് പോയിരുന്നു. ശോഭാ ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് പെൺഗുണ്ട എന്നൊക്കെ പേര് കേട്ട, അതുപോലെ തന്നെ പെൺവാണിഭമൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവിടെ പോവുകയും പുള്ളി അവിടെ ചെന്നിട്ട് ചില ക്രിയകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബിച്ചു റഹ്മാൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം, അതായത് ശോഭാ ജോൺ തന്നെ പറഞ്ഞു വിട്ട ആളുകൾ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും എന്നിട്ട് 5 ലക്ഷം രൂപ ആവശ്യപ്പെടാൻ പറയുകയും ചെയ്തു. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ഒരു 15 ലക്ഷം ആവശ്യപ്പെട്ടു, അതുകൊണ്ട് കൊടുത്തില്ല. 5 ലക്ഷം ആണെങ്കിൽ പുള്ളി കൊടുത്തിട്ട് പോയേനെ, കാരണം വെറുതെ തടിയനങ്ങാതെ കിട്ടുന്ന കാശാണല്ലോ, അതുകൊണ്ട് കൊടുത്തിട്ട് പോയേനെ. പിന്നെ ഇദ്ദേഹത്തിനെതിരെ, ഈ കണ്ഠരര് മോഹനർക്കെതിരെ തന്നെ ബോളിവുഡ് നടിയെ കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വിവാദമുണ്ടായിരുന്നു. ബോളിവുഡിലൊരു നടിയെ കയറ്റി എന്ന് പറഞ്ഞിട്ടൊരു വിവാദമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്ത്രീയോട് കയറിക്കോളാൻ പറഞ്ഞ കണ്ഠരര് രാജീവരെ കുറിച്ചുള്ള വിവാദം ഞാൻ പറഞ്ഞല്ലോ. കൂടാതെ സ്വന്തം അമ്മ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണോട്ടാ, വേറെ ആരുടെയെങ്കിലും അമ്മയല്ല, സ്വന്തം അമ്മ തന്നെ ഈ കണ്ഠരര് മോഹനര് എന്നെ 41 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തതാണ്. പിന്നെ അതെന്തോ സെറ്റിലായി തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇതിലുള്ളത്. ആകെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെങ്കിലും ഈ പറയുന്ന അതിജീവിതകൾക്കെതിരെ പോരാടുന്ന മെൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള രാഹുൽ ഈശ്വർ അങ്ങോട്ട് തന്ത്രിയായി വരാതിരുന്നത് നന്നായി. പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ്. അവിടെ പോയി ഒരു നമ്പൂതിരിയും എന്ത് ചെയ്തിട്ടില്ല, താമസിച്ചിട്ടില്ല. അവിടെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മലയരയരായിരുന്നു ഉണ്ടായിരുന്നത്. ആ മലയരയരുടെ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇവർ കയ്യേറുകയും ഇവരൊരു കുടുംബ സ്വത്താക്കി വെക്കുകയും ഇവരതിൻ്റെ പുറത്ത് കോടിക്കണക്കിന് രൂപകൾ സമ്പാദിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ കാര്യം. ഇത് ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികളൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരു അമ്പലം ഉണ്ടാകുന്നു, അമ്പലത്തിൽ വയ്ക്കുന്ന ദേവനെ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വിശ്വസിക്കാം, അതല്ലാതെ അതിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടനിലക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കാൻ ഹിന്ദു സമൂഹം ഒന്നടങ്കം ഇടപെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ താഴ്മൺ കുടുംബത്തിൻ്റെ ഇത്തരത്തിലുള്ള തന്ത്രി എന്നുള്ള നിലക്കുള്ള അവകാശം തന്നെ എടുത്തു കളയേണ്ടതാണ് എന്നാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം.